So, dear students, we were discussing on knowledge representation schemes. പലതരത്തിലുള്ള നോളജ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അവയെല്ലാം റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീം അഥവാ മോഡൽ ഉപയോഗിച്ച് സാധ്യമല്ല. നമുക്ക് ലോജിക്ക്, അതുപോലെ തന്നെ സെമാൻറ്റിക് നെറ്റ്വർക്ക്സ് അഥവാ അസോസിയേറ്റീവ് നെറ്റ്വർക്ക്, പിന്നെ ഫ്രെയിംസ്, അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊന്നാണ് സ്ക്രിപ്റ്റ്. എന്താണ് സ്ക്രിപ്റ്റ്? സ്ക്രിപ്റ്റ് ഈസ് എ നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീം. ഫ്രെയിംസ് റെപ്രസെൻറ്റ്സ് ജനറൽ നോളജ് റെപ്രസെൻറ്റേഷൻ സ്ട്രക്ചർ. ഫ്രെയിംസ് അക്കോമഡേറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് നോളജ്. ഇത് രണ്ടും നമ്മൾ കണ്ടു. തൊട്ടു മുമ്പ് പഠിച്ച ഫ്രെയിംസിൻ്റെ റെപ്രസെൻറ്റേഷനെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ ഒരു ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ജനറൽ നോളജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് ഓർ ഇറ്റ് അക്കോമഡേറ്റ്സ് ഓൾ കൈൻഡ്സ് ഓഫ് നോളജ് എന്ന് പറയാം. ഈ ഫ്രെയിമിനെ തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രെയിം ആണ് യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് ഈസ് എ നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീം ഡിറൈവ്ഡ് ഫ്രം ഫ്രെയിംസ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫ്രെയിം സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാം. ബട്ട് സ്ക്രിപ്റ്റ് ഹെൽപ്പ് എക്സ്ക്ലൂസീവ്ലി ഇൻ റെപ്രസെൻറ്റിംഗ് സ്റ്റീരിയോടൈപ്പ് സീക്വൻസ് ഓഫ് ആക്ഷൻ. അതായത് നിത്യേന ചെയ്തു പോകുന്ന ഒരു സംഭവം വിവരിക്കുകയാണ്. ഒരു സ്റ്റീരിയോടൈപ്പ് സിറ്റുവേഷൻ എന്ന് പറയും. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിക്കുക എന്നൊക്കെയുള്ള, അല്ലാതെ സ്പെഷ്യൽ കേസ് അല്ല. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സുകളുണ്ട് ഒരു നോളജിനകത്ത്. അല്ല, ഒരു സിനേറിയോ പരിശോധിക്കുമ്പോൾ ചില പാരഗ്രാഫ് ജനറലായിട്ട് റുട്ടീനായിട്ട് നടക്കുന്ന ചില സീക്വൻസ് ഓഫ് ആക്ഷൻസ് ആണ്. ഇങ്ങനെ റുട്ടീനായിട്ട് സ്റ്റീരിയോടൈപ്പായിട്ട് നടക്കുന്ന സെറ്റ് ഓഫ് ആക്ഷൻസ്, ഇവൻറ്റ്സ്, ഡേ ടു ഡേ നടക്കുന്നത്, ഇത് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, സ്ക്രിപ്റ്റ് ഹെൽപ്സ് എക്സ്ക്ലൂസീവ്ലി ഇൻ റെപ്രസെൻറ്റിംഗ് സ്റ്റീരിയോടൈപ്പ് സീക്വൻസ് ഓഫ് ആക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഡേ ടു ഡേ ആക്ടിവിറ്റി. ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ കാഷ്വലായിട്ട് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയറിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീമാണ് സ്ക്രിപ്റ്റ്. എക്സാമ്പിൾസ്: ഗോയിങ് ഹോട്ടൽ, ഈറ്റിംഗ് സംതിങ്, പേയിങ് ദ ബിൽ ആൻഡ് എക്സിറ്റിംഗ്. ഒരു ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ച് ബില്ല് പേ ചെയ്ത് അവിടെ നിന്ന് തിരിക്കുന്നു. ഇതൊരു റുട്ടീനായിട്ടുള്ള ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റിയാണ്. ഇത് ഈ കംപ്ലീറ്റ് ആക്ടിവിറ്റി, ഈ പറയുന്ന പ്രവൃത്തിയിലുള്ളത് നമുക്ക് സ്ക്രിപ്റ്റിൽ കൂടി റെപ്രസെൻ്റ് ചെയ്യും. ഗോയിങ് ടു തിയേറ്റർ, ഗെറ്റിംഗ് എ ടിക്കറ്റ്, വ്യൂയിങ് ഡ്രാമ ഓർ ഫിലിം ആൻഡ് ലീവിങ്. ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ അഥവാ ഒരു ഡ്രാമ കാണുന്ന പ്രൊസീജിയർ, ഇത് സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതിലടങ്ങിയിരിക്കുന്ന നോളജും അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ആക്ഷനും വിട്ടുപോകാതെ സ്ക്രിപ്റ്റ് നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീമിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഗോയിങ് സൂപ്പർ മാർക്കറ്റ് വിത്ത് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടു ബി പർച്ചേസ്ഡ്, പുട്ടിംഗ് ഐറ്റംസ് നീഡഡ് ഇൻ എ ട്രോളി, പേയിങ് ദം ആൻഡ് എക്സിറ്റിംഗ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, നമ്മളുടെ കൈവശം ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രോളിക്കകത്ത് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടിട്ട് ബില്ലടച്ച് എക്സിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഗോയിങ് ഹോട്ടൽ, ഗോയിങ് തിയേറ്റർ, ഗോയിങ് സൂപ്പർ മാർക്കറ്റ്, ഇതെല്ലാം ഒരു സിനേറിയോയിൽ വരികയാണെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് അതിനെ പേപ്പറിൽ റെപ്രസെൻ്റ് ചെയ്യാം. സിമ്പിൾ സ്ക്രിപ്റ്റ് കമ്പോണൻസ്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ ചില പ്രധാനപ്പെട്ട കമ്പോണൻസിനെ കുറിച്ചുള്ള അറിവ് വേണം. എങ്കിലേ സ്ക്രിപ്റ്റിൽ നമുക്കത് റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കും. ഒന്ന്, സ്ക്രിപ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദെയർ ഷുഡ് ബി ആൻ എൻട്രി കണ്ടീഷൻ. അതുപോലെ തന്നെ ഈ സ്ക്രിപ്റ്റ് അവസാനിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റിസൾട്ട് എന്നുള്ള ഒരു ടേമിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സിമ്പിൾ സ്ക്രിപ്റ്റ് കമ്പോണൻസ് ഇൻക്ലൂഡ്: 1. എൻട്രി കണ്ടീഷൻ, ബേസിക് കണ്ടീഷൻ ദാറ്റ് മസ്റ്റ് ബി ഫുൾഫിൽഡ്. ഇപ്പോൾ ഒരു സീക്വൻസ് ഓഫ് ആക്ഷൻ നടക്കാൻ പോവുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, റെസ്റ്റോറൻറ്റിലേക്ക് നിങ്ങൾ പോകുന്നു. എന്താ അതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് റെസ്റ്റോറൻറ്റിനകത്തേക്ക് പ്രവേശിക്കുന്നത്? അത് ആദ്യം മെൻഷൻ ചെയ്യണം. അതാണ് എൻട്രി. എൻട്രിയുടെ റീസൺ എന്താ?
കസ്റ്റമർ ഈസ് ഹംഗ്രി ആൻഡ് ഹാസ് മണി ടു പേ ദ ഈറ്റബിൾസ്. അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ പൈസയും കയ്യിലുണ്ട്, ഹംഗ്രി ആണെങ്കിൽ അയാൾ റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശിക്കും. അതാണ് എൻട്രി കണ്ടീഷൻ. റിസൾട്ട് എന്താ? ആഹാരം കഴിച്ചതിന് ശേഷം കസ്റ്റമർ ഈസ് നോട്ട് ഹംഗ്രി, കസ്റ്റമറിൻ്റെ ഹംഗ്രി എന്നുള്ള അവസ്ഥ മാറി. ഓക്കെ, ബിക്കോസ് ഹിസ് സ്റ്റൊമക്ക് ഈസ് ഫുൾ, ഹിസ് ഹങ്കർ ഹാസ് ഗോട്ട് ഡൗൺ. റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് സിറ്റുവേഷൻ വിച്ച് ഡിസ്ക്രൈബ്സ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദ സ്ക്രിപ്റ്റ് ഹാസ് ഒക്കേർഡ്. ഒരു സ്ക്രിപ്റ്റിനകത്ത് പറയുന്ന സീക്വൻസ് ഓഫ് ആക്ഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതാണ് റിസൾട്ട്. ഇപ്പോൾ എൻട്രി കണ്ടീഷനും അതുപോലെ റിസൾട്ടും ആവശ്യമാണ്. ഇനി സിമ്പിൾ സ്ക്രിപ്റ്റ് കമ്പോണൻസ് ഓൾസോ ഇൻക്ലൂഡ്. ഇത് രണ്ടിനും പുറമെ ഇനി അകത്ത് സ്ക്രിപ്റ്റിനകത്ത് മെൻഷൻ ചെയ്യേണ്ടുന്ന മറ്റ് പ്രധാനപ്പെട്ട കമ്പോണൻസ് ഏതാണ്? പ്രോപ്സ്, PROPS. പ്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഒബ്ജക്ട്സ് ദാറ്റ് ആർ എക്സിസ്റ്റിംഗ് ഇൻ ദ സ്ക്രിപ്റ്റ്. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ആക്ഷൻ നമ്മൾ പറഞ്ഞത് ഒരു റെസ്റ്റോറൻറ്റിലാണ് നടക്കുന്നതെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം, എന്തെല്ലാം ഒബ്ജക്ട്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യാം അയാൾ റെസ്റ്റോറൻറ്റിനകത്തോട്ട് കയറിയാൽ മുതൽ. ഇൻ ദ റെസ്റ്റോറൻറ്റ് ടേബിൾ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്, ചെയേഴ്സ്, മെനു എക്സെട്ര. അവിടെയുള്ള നമുക്ക് ഐഡൻറ്റിഫയബിൾ ആവുന്ന എല്ലാ ഒബ്ജക്ട്സുകളെയും നമ്മളവിടെ മെൻഷൻ ചെയ്യണം. ഈ സീൻ നടക്കുന്ന സ്ഥലത്തെ എല്ലാ ഒബ്ജക്ട്സുകളും നമ്മൾ സ്ക്രിപ്റ്റിനകത്ത് ഉണ്ടായിരിക്കണം. അത്രയും സാധനങ്ങൾ അവിടെ ഉണ്ടെങ്കിലേ ഈ ആക്ഷൻ നടക്കാൻ ഒക്കൂ. ഈ ടേബിൾ വേണം, ചെയർ വേണം, മെനു വേണം. ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണല്ലോ ഓർഡറിങ്ങും അയാൾ വന്നിരിക്കുന്നതും ആഹാരം കഴിക്കുന്നതും അതിനുശേഷം ബില്ലടയ്ക്കുന്നതും ഒക്കെ. അങ്ങനെ ടേബിൾ, ചെയർ, മെനു എക്സെട്ര എല്ലാം വേണം. ഇനി പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാവുന്ന സാധനങ്ങളാണ്. ഈ ടേബിൾ, ചെയർ പോലുള്ള സാധനങ്ങളാണ് നമ്മൾ കാണുന്നത്. റോൾസ് എന്ന് പറയുന്നത് വാട്ട് വേരിയസ് ക്യാരക്ടേഴ്സ് പ്ലേ. ഇനി ഈ റെസ്റ്റോറൻറ്റിൽ പല ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണോ അവരെ വിളിക്കുന്ന പേരാണ് റോൾ ആക്ടിങ് പ്ലേയേഴ്സ്, അല്ലെങ്കിൽ റോൾസ് എന്ന് പറയും. അപ്പോൾ അവിടെ വെയിറ്റർ ഉണ്ട്, കാഷ്യർ ഉണ്ട്, തുടങ്ങി പല വ്യക്തികൾ ഈ പറയുന്ന റെസ്റ്റോറൻറ്റിനകത്ത് ഓരോ റോളിൽ നിർവഹിക്കാനായിട്ടുണ്ട്. വെയിറ്റർ നിങ്ങളുടെ അടുത്ത് വരും, മെനു തരും. മെനു ആകുമ്പോൾ പ്രോപ്പ് തരും. ആ പ്രോപ്പിൽ നിന്ന് സെലക്ട് ചെയ്ത് വെയിറ്ററിൻ്റെ അടുത്ത് ഓർഡർ കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ അത് കഴിക്കുന്നു, സാധനങ്ങൾ കൊണ്ടുവരുന്നു, കഴിക്കുന്നു, അവസാനം ക്യാഷ്യറുടെ കയ്യിൽ പൈസയും കൊടുത്തിട്ടാണ് പുറത്തു പോകുന്നത്. അപ്പോൾ പ്രോപ്സും റോൾസിനെയും കുറിച്ചും നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇനി അടുത്ത കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ട്രാക്ക്. റെപ്രസെൻറ്റ്സ് എ സ്പെസിഫിക് ഇൻസ്റ്റൻസ് ഓഫ് എ ജനറിക് പാറ്റേൺ. അതായത് റെസ്റ്റോറൻറ്റ് ഈസ് എ സ്പെസിഫിക് ഇൻസ്റ്റൻസ് ഓഫ് എ ഹോട്ടൽ. ഇപ്പം ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചൊരു വിവരണമാണ്. ഒരു ട്രാക്ക് നമ്മൾ എഴുതുകയാണ്. എന്താ ട്രാക്ക് എഴുതുന്നത്? ഒരു ഹോട്ടലിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചെറിയ രൂപമാണ് ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഈസ് എ സ്പെസിഫിക് ഇൻസ്റ്റൻസ് ഓഫ് എ ഹോട്ടൽ. ഇനി സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ. സാധാരണ സീനാണ് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് 6 പ്രധാനപ്പെട്ട എൻട്രി കണ്ടീഷൻ, റിസൾട്ട്, പ്രോപ്സ്, റോൾസ്, ട്രാക്ക് ആൻഡ് സീൻസ് ആർ ദ കമ്പോണൻസ് ഇൻ എ സ്ക്രിപ്റ്റ്. അത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. റെസ്റ്റോറൻറ്റ് എന്ന് എഴുതിയിട്ട് റെസ്റ്റോറൻറ്റ് ഈസ് ആൻ സ്പെസിഫിക് ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് സ്മോൾ ടൈപ്പ് ഓഫ് എ ഹോട്ടൽ എന്ന് എഴുതി വെക്കുകയാണെങ്കിൽ അതിന് ട്രാക്ക് പറയും. ആ ഒരു സീനിലെ റെസ്റ്റോറൻറ്റിനെ കുറിച്ചൊരു ചെറിയ വിവരണമാണ് ഈ ട്രാക്കിൽ പറയുന്നത്. അല്ലെങ്കിൽ ഏതൊരു സംഭവം സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ മിനി സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ എഴുതും ദിസ് മിനി സൂപ്പർ മാർക്കറ്റ് ഈസ് എ സ്മോൾ ടൈപ്പ് ഓഫ് എ ബിഗ് സൂപ്പർ മാർക്കറ്റ് എന്ന് എഴുതും. ഇനി ഒരു സാമ്പിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളുടെ നോട്ടിലുണ്ട്, അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കണം, എളുപ്പമാണ്. ഇത് നോളജ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുക. എന്താ ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്? ഒരു റെസ്റ്റോറൻറ്റ് സ്ക്രിപ്റ്റാണ്. ഒരാൾ റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിക്കുന്നത് ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീമിൽ പേപ്പറിൽ നോളജ് എഞ്ചിനീയർ എഴുതി വെച്ചിരിക്കുക. ഇതൊക്കെയാണ് കോഡിഫൈ ചെയ്ത് മാറ്റേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിലെ ടോപ്പിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. എന്താ സ്ക്രിപ്റ്റിൻ്റെ പേര്? ഗോയിങ് ടു എ റെസ്റ്റോറൻറ്റ്. ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നതിനെ കുറിച്ചാണ്
എഴുതിയിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴെ എന്തോ എഴുതിയിരിക്കുന്നത്? പ്രോപ്സ്. എന്താ പ്രോപ്സ്? എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ആ റെസ്റ്റോറൻറ്റിൽ ഉള്ളത്? എന്തൊക്കെയാണ് ഉള്ളത്? ഫുഡ് അവിടെ ഉണ്ട്, ടേബിൾസ്, മെനു, മണി. ഇത്രയും പ്രോപ്പർട്ടീസാണ് അവിടെ ഇൻവോൾവ് ആവുന്നത്. ഫുഡ്, ടേബിൾ, മെനു, മണി എല്ലാ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി അടുത്തത് എന്താ നമ്മൾ എഴുതേണ്ടത്? റോൾസ്. ആരൊക്കെയാണ് ആ റെസ്റ്റോറൻറ്റിനകത്ത് ഈ പറയുന്ന പ്രോപ്സ് ഉപയോഗിച്ച് പല ആക്ഷൻസ് ചെയ്യേണ്ടുന്നത്? ഓണർ, അതിൻ്റെ ഓണർ. കസ്റ്റമർ, ആരാണോ അവിടെ കയറുന്ന ഭക്ഷണം കഴിക്കാൻ. വെയിറ്റർ, കാഷ്യർ. ഇങ്ങനെ ഐഡൻറ്റിഫയബിൾ ആവുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു റോൾ നെയിം കൊടുത്ത് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ സ്ക്രിപ്റ്റ്, പ്രോപ്സ് ആൻഡ് റോൾസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് എൻട്രി കണ്ടീഷൻ എഴുതണമെന്നാണ്. എൻട്രി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാനുള്ള കാരണം എന്താ? കസ്റ്റമർ ഈസ് ഹംഗ്രി, കസ്റ്റമർ ഹാസ് മണി, ഓണർ ഹാസ് ഫുഡ്. അവിടെ ഫുഡ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഹാസ് ഫുഡ്. അപ്പം എൻട്രി കണ്ടീഷനകത്ത് നമ്മൾ എഴുതുന്നത് കസ്റ്റമർ ഹംഗ്രിയാണ്, കസ്റ്റമറിന് മണിയുണ്ട്, അതുപോലെ തന്നെ അവിടെ ഫുഡുണ്ട്. അപ്പോഴാണ് അയാൾ അകത്തേക്ക് കയറി ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. ഇനി റിസൾട്ട് എന്താ? ഈ ആക്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പ്രോപ്പർട്ടിയും അവിടുത്തെ റോളും അവിടുത്തെ എൻട്രി കണ്ടീഷനും ഒക്കെ ബേസ് ചെയ്ത് വർക്കിംഗ് അങ്ങോട്ട് ആരംഭിച്ചിട്ട് അവസാനം അതിൻ്റെ റിസൾട്ട് നമ്മൾ എഴുതേണ്ടി വരും. കസ്റ്റമർ ഈസ് നോട്ട് ഹംഗ്രി, ഓണർ ഹാസ് മോർ മണി, കസ്റ്റമർ ഹാസ് ലെസ് മണി, ഓണർ ഹാസ് ലെസ് ഫുഡ്. അവിടെയുള്ള ഫുഡ് കുറഞ്ഞു, കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കാശ് സ്വല്പം കുറഞ്ഞു, ഓണറിന് കാശ് കൂടി. അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ വിശപ്പ് മാറി, കസ്റ്റമർ ഈസ് നോട്ട് ഹംഗ്രി. ഇതാണ് റിസൾട്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഈ റെസ്റ്റോറൻറ്റിൽ നടന്ന ആ ആക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത് സീൻ എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉപയോഗിച്ചാണ്. മൾട്ടിപ്പിൾ സീൻസ് നമുക്ക് എഴുതാൻ ഒക്കും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ സീൻസ് എഴുതാനായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് സീൻ 1, സീൻ 2, സീൻ 3, സീൻ 4 എന്ന് 4 സീൻ ഡിഫറൻ്റ് ആയിട്ടുള്ളത് എഴുതുമ്പോഴാണ് ഈ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിനകത്ത് കസ്റ്റമർ വന്ന് അവിടെ കയറി ആഹാരമൊക്കെ കഴിച്ച് ബില്ലും അടച്ച് പുറത്തിറങ്ങുന്ന ആ ഒരു സീനാണ് നമ്മൾ എഴുതി വെക്കുന്നത്. ഈ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. സീൻ 1, എൻ്ററിങ് ദ റെസ്റ്റോറൻറ്റ്, കസ്റ്റമർ എൻറ്റേഴ്സ് ദ റെസ്റ്റോറൻറ്റ്. സീൻ 1ൻ്റെ പേര് എൻ്ററിങ് ദ റെസ്റ്റോറൻറ്റ് എന്നാണ്. ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശനം എന്നാണ് സീൻ 1ൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അവിടെ നടക്കുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസാണ്? കസ്റ്റമർ എൻറ്റേഴ്സ് ദ റെസ്റ്റോറൻറ്റ്, ദെൻ സ്കാൻസ് ദ ടേബിൾ. അയാൾ റെസ്റ്റോറൻറ്റിനകത്ത് കയറിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? മൊത്തത്തിലൊന്ന് നോക്കും, ഏത് ടേബിളാണ് ഫ്രീ. അവിടെ ആണല്ലോ നമ്മൾ പോയിരുന്ന ആഹാരം കഴിക്കുന്നത്. അപ്പം ഹി സ്കാൻസ്, SCANS എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്കാൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കും, ടേബിൾ വല്ലോ ഒഴിവുണ്ടോ എന്ന്. ചൂസസ് ദ ബെസ്റ്റ് വൺ, അയാൾക്ക് സംതൃപ്തിയുള്ള ഒരു ടേബിളിൻ്റെ അവിടോട്ട് പോയി ഇരിക്കും. ദെൻ ഡിസൈഡ്സ് ടു സിറ്റ് ദെയർ, അപ്പോൾ ഒരെണ്ണം ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് അവിടെ ഇരിക്കും. ഗോസ് ദെയർ, ഒക്യുപ്പൈസ് ദ സീറ്റ്, അവിടെ പോയി സീറ്റിൽ പോയിരിക്കും. അതാണ് ആദ്യം നടക്കുന്നത്. അകത്തേക്ക് കയറിയിട്ട് ഫുള്ളൊന്ന് നോക്കും, ഏത് ടേബിളാണോ ഫ്രീ ആകുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യും, അങ്ങോട്ട് പോകും, അവിടെ ചെന്ന് അവിടുത്തെ കസേരയിൽ ഇരിക്കും. ഇതാണ് സീൻ 1. ഇനി സീൻ 2 എന്താണ്? ഓർഡറിങ് ദ ഫുഡ്. അടുത്തത് അയാൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന പ്രക്രിയയാണ്. അതാണ് സീൻ 2. കസ്റ്റമർ ആസ്ക് ഫോർ ദ മെനു. അവിടെ നിൽക്കുന്ന വെയിറ്ററിൻ്റെ കൂടെ കസ്റ്റമർ പിന്നെ മെനു ചോദിക്കും. സാധാരണ അവിടെ ചെന്ന് ഇരിക്കുന്ന ഉടനെ തന്നെ വെയിറ്റർ അവിടെ എത്തും. അപ്പോൾ ഉടനെ തന്നെ ഇയാൾ എന്ത് ചോദിക്കും? മെനു ചോദിക്കും. വെയിറ്റർ ബ്രിങ്സ് ദ മെനു. കസ്റ്റമർ ഗ്ലാൻസസ് ഇറ്റ്. കസ്റ്റമർ ആ മെനുവിലൂടെ നോക്കും. ചൂസസ് വാട്ട് ടു ഈറ്റ്, എന്ത് കഴിക്കണമെന്ന് അതിൽ നിന്ന് നോക്കും. ഓർഡേഴ്സ് ദാറ്റ് ഐറ്റം, അത് തീരുമാനിച്ചതിന് ശേഷം ഓർഡർ വെയിറ്ററിന് കൊടുക്കും. ഇതാണ് സീൻ 2. ഓർഡറിങ് ദ ഫുഡാണ് സീൻ 2. ഇനി സീൻ 3. സീൻ 3 എന്ന് പറയുമ്പോൾ വെയിറ്റർ പോയി ഫുഡ് കൊണ്ടുവരും. അന്നേരം അയാൾ കഴിക്കുന്നതാണ്, ഈറ്റിംഗ് ദ ഫുഡ്. വെയിറ്റർ ബ്രിങ്സ് ദ ഫുഡ്, കസ്റ്റമർ ഈറ്റ്സ് ഇറ്റ്സ്. വെയിറ്റർ കൊണ്ടുവരുന്നു, കസ്റ്റമർ ഫുഡ് കഴിക്കുകയാണ്. സീൻ 4, എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്യുന്നത്? ഇയാളെ എക്സിറ്റ് ചെയ്യണം, ബില്ലടച്ചിട്ട്. അതുകൊണ്ട് സീൻ നമ്പർ 4 പേയിങ് ദ ബിൽ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. കസ്റ്റമർ ആസ് ഫോർ ദ ബിൽ, വെയിറ്റർ ബ്രിങ്സ് ഇറ്റ്. കസ്റ്റമർ ബില്ല് ചോദിക്കും, വെയിറ്റർ കൊണ്ടുവരും.
കസ്റ്റമർ പേയ്സ് ഫോർ ഇറ്റ്, അടയ്ക്കും. വെയിറ്റർ ഹാൻഡ്സ് ദ ക്യാഷ് ടു ദ കാഷ്യർ, വെയിറ്റർ കാഷ്യറിൻ്റെ അടുത്ത് ഈ ക്യാഷ് കൊണ്ടുപോകും. വെയിറ്റർ ബ്രിങ്സ് ബാക്ക് ദ ബാലൻസ് എമൗണ്ട്, നല്ല ഹോട്ടലാണെങ്കിൽ വെയിറ്റർ കൊണ്ടുപോയി അടച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ബാലൻസ് ഏൽപ്പിക്കും. കസ്റ്റമർ ടിപ്സ് ഹിം, കസ്റ്റമർ ടിപ്പ് കൊടുക്കും, 5-10 രൂപ അതിനകത്ത് ടിപ്പായിട്ട് കൊടുക്കും. കസ്റ്റമർ മൂവ്സ് ഔട്ട് ഓഫ് ദ റെസ്റ്റോറൻറ്റ്, ടിപ്പും കൊടുത്തതിന് ശേഷം കസ്റ്റമർ പുറത്തേക്ക് ഇറങ്ങും. ഇത് സിമ്പിളായിട്ടുള്ളൊരു സീൻ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചിരിക്കുക. ഇതുപോലെ ആയിരിക്കും നല്ല നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോളഡ്ജിനെ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ആ നോളഡ്ജ് എക്സ്പ്ലെയിൻ ചെയ്ത് പേപ്പറിലേക്ക് മാറ്റുന്നത്. ഈ സ്ക്രിപ്റ്റാണ് വായിച്ച് നോക്കിയിട്ട് കോഡിഫൈ ചെയ്ത് മാറ്റേണ്ടുന്നത്. ഈ നോളഡ്ജ് ചിലപ്പം കോഡിഫൈ ചെയ്ത് നോളഡ്ജ് ബേസിലേക്ക് പോകേണ്ടുന്ന ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നോളഡ്ജ് റെപ്രസെൻറ്റേഷൻ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോടുള്ള റിക്വസ്റ്റ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് നോളഡ്ജ് റെപ്രസെൻറ്റേഷൻ സ്കീംസ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ നോളഡ്ജ് റെപ്രസെൻറ്റേഷൻ മോഡൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോളഡ്ജ് എന്താണെന്ന് ഒരു ചെറിയ പാരഗ്രാഫ് എഴുതണം. പലതരത്തിലുള്ള നോളഡ്ജ് ഉണ്ടെന്ന് പറയണം. ഈ ഓരോ തരത്തിലുള്ള നോളഡ്ജും ഒറ്റ ഒരു മോഡലിൽ എഴുതാൻ ഒക്കത്തില്ല, റെപ്രസെൻ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡൊമെയിനിൽ പല തരത്തിലുള്ള നോളഡ്ജ് റെപ്രസെൻറ്റേഷൻ മോഡൽസ് ഉണ്ട്. അതിലെ ഏതാനും ചില എക്സാമ്പിൾസ് ആണ് 1 by 1 ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. 1. ലോജിക് ബ്രാക്കറ്റിൽ പ്രൊപ്പോസിഷണൽ ബാർ പ്രെഡിക്കേറ്റ്. 2. സെമാൻറ്റിക് നെറ്റ്വർക്ക്സ് അഥവാ അസോസിയേറ്റീവ് നെറ്റ്വർക്ക് എന്നൊരു പേരുണ്ട്. 3. റൂൾസ് ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള റൂൾസ് അഥവാ പ്രൊഡക്ഷൻ റൂൾസ്. 4. ഫ്രെയിംസ് ഉപയോഗിച്ച് നമുക്ക് പലപ്പോഴും റെപ്രസെൻ്റ് ചെയ്യാം. 5. സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെ ഇത്രയും എണ്ണം നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ഡീറ്റെയിൽഡ് ചെയ്തൊരു 4 പേജ് എഴുതുമ്പോൾ ഒരു എസ്സേ കംപ്ലീറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ഞാൻ പഠിപ്പിച്ചതിനകത്ത് ലോജിക്ക് മാത്രമാണ് ഞാൻ തരാത്തത്. അതും കൂടി സമ്മറൈസ് ചെയ്ത് ഒരു 3/4 പേജിൽ ലോജിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം ഈ ലോങ് എസ്സേ ചോദിക്കുമ്പോൾ. ബാക്കി ഞാൻ പഠിപ്പിച്ച 4-5 എണ്ണവും കൂടെ ചേർത്ത് എഴുതുമ്പോൾ എസ്സേ കംപ്ലീറ്റ് ആണ്. ഓക്കെ, ശരി.